ഇവിടെ BC 7-ാം നൂറ്റാണ്ട് തൊട്ട് ജൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ആ ജൂതന്മാരുടെ സാന്നിധ്യം എവിടെയാണ്? അത് ഏറ്റവും കൂടുതലുള്ളത് കൊടുങ്ങല്ലൂരും മാളയിലുമാണ്. അവിടെ തോമസ് ലീഹ വരാനുള്ള സാധ്യതയില്ല. ഒരു കപ്പൽ വാണിജ്യ റൂട്ട് BC 1000-ലുണ്ട്. കാട്ടിലാണ് മനുഷ്യൻ ജനിക്കണേ. ഇവിടെയുള്ളവർ ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ നാട്ടിലാണ് ജനിച്ചത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ചെയ്ത്. കേരളത്തിലെ ചരിത്രകാരന്മാരെന്നും അഭിമാനിക്കുന്നവരും ഞങ്ങൾ അറിവുള്ള പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന വൈദികരും ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നതിന് മുൻപ് കുറച്ചും കൂടി പഠിച്ചിട്ട് ചെയ്യണം. തോമസ് ലീഹ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഐതിഹ്യത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അന്നത്തെ ചരിത്ര വസ്തുതകളോട് യോജിച്ചു പോകുന്നതിനാൽ തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 10 വർഷമായി വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടില്ല എന്ന പ്രമേയം അവതരിപ്പിക്കുന്നവർ വളരെയേറെയാണ്. അത് ഒരു ചരിത്ര സംഭവമല്ല. ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അത് ഒരു കള്ളക്കഥകളാണ്. തോമസ് ലീഹ വന്നു എന്ന് പറയുന്ന സമയത്ത് കേരളം മുഴുവൻ കാടാണ്. അപ്പോൾ എങ്ങനെയാണ് തോമസ് ലീഹ കേരളത്തിൽ വരിക? ഇതുപോലെയുള്ള പ്രസ്താവനകളാണ് പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്നവർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തയിടെ ഒരു സഹോദരന്റെ പുസ്തകത്തെക്കുറിച്ച് എറണാകുളം രൂപതയിലുള്ള പ്രഗത്ഭനായ ഒരു അച്ഛൻ, അദ്ദേഹം ഏത് ബിഷപ്പ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ പറയുക എന്ന സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ റിവ്യൂവിൽ പറഞ്ഞു, ഈ തോമസ് ലീഹ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ കുരിശ് എന്ന് പറയപ്പെടുന്ന കുരിശ് സെന്റ് തോമസ് ക്രിസ്ത്യൻസിൻ്റെതല്ല, അത് മാനിക്കേയന്മാരുടെ കുരിശാണ്. അതുകൊണ്ട് സെന്റ് തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടില്ല. വേറെ ചിലർ പറയുന്നത് നമ്പൂതിരിമാര് AD 50 കേരളത്തിലില്ല, അതുകൊണ്ട് തോമസ് ലീഹ വന്നിട്ടില്ല. അപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ഈ സെന്റ് തോമസ് ലീഹ വന്നു എന്നതിന്റെ തെളിവ് മാർത്തോമ കുരിശാണോ? ഏതെങ്കിലും സഭാധികാരികളോ തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്ന് വാദിക്കുന്നവരോ മാർത്തോമ കുരിശിനെ സെന്റ് തോമസ് ലീഹ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച ഒരു കെട്ട് കുരിശാണ് അതിന്റെ തെളിവെന്ന് അവകാശപ്പെടുന്നുണ്ടോ? ഇത് ഒരു ന്യായവൈകല്യമാണ്. കാരണം പണ്ട് ഒരാള് കോൺഗ്രസ്സുകാരെ ഇകഴ്ത്താൻ വേണ്ടി പ്രസംഗം പറയാണ്. കരുണാകരൻ പറയുന്നു കേരളത്തിൽ 23 ജില്ലകളുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ബുദ്ധിയില്ലായ്മ ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ കേട്ടിരിക്കുന്നവരൊക്കെ പുച്ഛത്തോടെ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യാണ്. അപ്പൊ കരുണാകരൻ പറഞ്ഞിട്ടുണ്ടോ 23 ജില്ലയുണ്ടെന്ന്? പറഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ടോ മാർ തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്നതിന്റെ തെളിവ് നമ്പൂതിരിമാരെ മാമുദീസ മുക്കി എന്നതാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നതിന്റെ തെളിവെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഇനി ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള പുസ്തകത്തിൽ പറയുകയാണ്, അദ്ദേഹം ആർക്കിയോളജി പഠിച്ചു,
അദ്ദേഹം ഭാഷാശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചു. മാർത്തോമ കുരിശുമ്മ എഴുതിയിട്ടുള്ളത് ഫൽവി ലിപിയാണ്. ആ ഫൽവി ലിപി, പേർഷ്യൻ ലിപി മാർത്തോമാ ശ്ലീഹയ്ക്ക് അറിയില്ലേ? പ്രിയമുള്ളവരെ, ഫൽവി ലിപി പേർഷ്യൻ ലിപിയാണ്. പക്ഷെ ശരിക്കും ആ ലിപിയെ കുറിച്ച് പഠിച്ചാൽ അറിയാം, യഹൂദ ഭാഷ യഹൂദ ലിപിയിലല്ലാതെ ഫൽവി ലിപിയിലും എഴുതാറുണ്ട്. കാരണം പേർഷ്യക്കാരുടെ ഇടയിലൂടെ കടന്നു വരുന്ന യഹൂദന്മാര് തങ്ങളുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്ന ഫൽവി ലിപിയിൽ എഴുതിയ യഹൂദ ഭാഷയാണ്. അപ്പൊ അത് തിരിച്ചറിയാത്തൊരു സമൂഹത്തോടാണ് ഇദ്ദേഹം പറയുന്നത് ഫൽവി ലിപിയിൽ എഴുതിയതൊക്കെ മാനിക്കേയന്മാരുടെ കുരിശാണെന്ന്. യഹൂദ ഭാഷ ഫൽവി ലിപിയിൽ എഴുതാണ്. അവ മാർത്തോമ കുരിശും എഴുതിയിട്ടുണ്ട് ഫൽവി ലിപിയില്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ലാന്ന്. അപ്പൊ തോമാസ് ലീഹ വരുമ്പോ ഒരു കെട്ട് കുരിശുമായിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടതെന്നും വഴിയിൽ മുഴുവൻ ഇങ്ങനെ കുരിശ് സ്ഥാപിച്ചു എന്നും സെന്റ് തോമസ് ക്രിസ്ത്യൻസ് അവകാശപ്പെടുന്നില്ലേ? സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ഉപയോഗിച്ചിരുന്ന കുരിശിനെയാണ് മാർത്തോമ കുരിശ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സെന്റ് തോമസ് കൊണ്ടുവന്ന കുരിശിനെയല്ല മാർത്തോമ കുരിശ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റ് തോമസ് വന്നോ വന്നില്ല എന്ന് എങ്ങനെ തിരിച്ചറിയേ? സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നതിന് ഏതെങ്കിലും സ്ഥലത്ത് ചരിത്ര രേഖ ഇല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് എന്നാണ് രൂപം കൊണ്ടത്? ആ വാക്ക് രൂപം കൊണ്ടിട്ട് അധികം കാലമായിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് AD 50-ലും 60-ലും ഉള്ള ചരിത്ര രേഖകളില് കേരളത്തിലേക്ക് വന്നു എന്നൊരു വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുക? അതുകൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ആ കേരളം ഏതിന്റെ ഭാഗമായിരുന്നു? തമിഴ്നാടായിരുന്നു. ആ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ഏതായിരുന്നു? കൊടുങ്ങല്ലൂരായിരുന്നു. ആ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പോർട്ട് 13-ാം നൂറ്റാണ്ടില് അപ്രത്യക്ഷമായതാണ്. അപ്പൊ പിന്നെ ആ പോർട്ടിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വിവരം കിട്ടുക? അവിടെ ആര് ഖനനം ചെയ്തു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. കേരളത്തിൽ ആരും ഖനനം ചെയ്തിട്ടില്ലേ? ആർക്കിയോളജിക്കൽ വർക്കൊന്നും നടന്നിട്ടില്ലേ? അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം എന്താണെന്ന് പറയാം. ആ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനെ തന്നെ പല ആൾക്കാരും നിരുത്സാഹപ്പെടുത്തുകയും വർഗീയവാദികൾ പരമാവധി അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യാണ്. അതിനിടയിലാണ് ഇദ്ദേഹം എഴുതുന്നത് ഇവിടെ വളരെയധികം ഖനനങ്ങൾ നടത്തുകയും എന്നിട്ട് ആ കാലഘട്ടത്തിലെ യാതൊന്നും കണ്ടുകിട്ടുകയും ചെയ്തിട്ടില്ല. അപ്പൊ വെറുതെ നുണകള് എഴുതുക, അറിവില്ലാത്ത ജനങ്ങളെ പറ്റിക്കുക. ഇനി എങ്ങനെയാണ് ഈ നമ്പൂതിരിമാര് ആയി മാറുന്നത്? അതിനാദ്യം തന്നെ തിരിച്ചറിയണം, ചരിത്രം എഴുതുന്നതിന് ഏറ്റവും ആദ്യത്തെ രീതികൾ എന്താണ്? അത് ഹിസ്റ്റീരിയോഗ്രാഫി സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകൾക്കറിയാം. ഏറ്റവും പ്രാകൃത കാലത്തെ ചരിത്ര രചനയുടെ രീതിയാണ് ഐതിഹ്യങ്ങള്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ബൈബിളിൽ കാണുന്ന ഉൽപ്പത്തി കഥ, അതിലെ പ്രളയം, അതൊരു ചരിത്ര വസ്തുതയാണോ? അത് വളരെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് കഥകളുടെ രൂപത്തില് ഒരു ജനത, ഒരു നാടോടി വൃത്താന്തമായിട്ട് ഒരു ജനതയുടെ ഇടയിൽ പോവാണ്. നിങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാല് പ്രളയത്തിന്റെ കഥകൾ കാണാം. നിങ്ങൾ ബാബിലോണിയയിൽ പരിശോധിച്ചാല് പ്രളയത്തിന്റെ കഥകൾ കാണാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാലും പ്രളയത്തിന്റെ കഥ കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രളയം ഒരു ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുത എങ്ങനെ പ്രളയമുണ്ടായി, എങ്ങനെ ആടുണ്ടായി, പെട്ടകണ്ടായി എന്നതിനെ കുറിച്ചല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, വെള്ളത്തിൽ സഞ്ചരിക്കാനായിട്ട് കപ്പൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാം എന്ന് ആ നാട്ടിലെ ജനങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന ഒരു കാര്യം
ഈ പ്രളയ കഥയുടെ അകത്ത് കിടപ്പുണ്ട്. അപ്പോ ചില ചരിത്ര വസ്തുതകൾ അതില് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതുപോലെ മാർത്തോമാ ശ്ലീഹ വന്നു എന്ന ഒരു ചരിത്രത്തെ ഐതിഹ്യമായിട്ട് നരേറ്റ് ചെയ്യാണ്. ആ നരേഷനില് തലമുറകളിലൂടെ കടന്നു വരുമ്പോ ആ നരേഷനില് ഓരോ കാലഘട്ടത്തെയും വാക്കുകൾ അതിൽ ഉൾക്കൊള്ളിക്കും. അപ്പോ തോമസ് ലീ ഇവിടെ വരുന്ന സമയത്ത് നമ്പൂതിരി ഉണ്ടായിരുന്നോ എന്ന ചോദ്യം, പുരോഹിതന് നമ്പൂതിരി എന്ന വാക്ക് വന്നിട്ടുള്ളത് AD 800-ലാകാം. പുരോഹിതന് തോമസ് ലീ വരുന്ന സമയത്ത് വേറെ പേരുണ്ടാകാം. പക്ഷെ തോമസ് ലീയുടെ ഐതിഹ്യം കാലഘട്ടത്തിലൂടെ പോകുമ്പോ ആ കാലഘട്ടത്തിലുള്ള ജനതയുടെ വാക്കുകളാണ് ഈ കഥ കൈമാറാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അന്ന് പുരോഹിതൻ എന്നൊരു വാക്കുണ്ടാവും. ആ വാക്ക് മാറി 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 ഇപ്പൊ പുരോഹിതന്മാര് നമ്പൂതിരിമാരായപ്പോ ജനങ്ങളോട് സംവദിക്കാനായിട്ട് ഒരു ഘട്ടത്തില് നമ്പൂതിരി എന്ന വാക്കായതാണ്. അത് കഴിഞ്ഞ് നമ്പൂതിരിമാര് മാറി വേറെ ഒരു വിഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ഒരു 400 കൊല്ലം കഴിഞ്ഞ് ആ വാക്ക് മാറിയാന്. പക്ഷെ AD 8-ാം നൂറ്റാണ്ട് തൊട്ട് പോർച്ചുഗീസുകാർ വരുന്നത് വരെ നമ്പൂതിരി എന്ന വാക്കാണ് പുരോഹിതന് നിലനിൽക്കുന്നതിനാൽ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ വലിയ പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് AD 52 എവിടെയാണ് നമ്പൂതിരി ഉള്ളത്. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ പുരോഹിതനുണ്ടോ എന്നാണ്. അവിടെ അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ടോ? വേറെ ചിലർ പറയുന്നത് തോമസ് ലീഹ കൊടുങ്ങല്ലൂർ വന്നു എന്ന് പറയുന്ന കാലഘട്ടത്തില് അവിടെ കാടായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ പരിശോധിക്കേണ്ടത്, ഒന്ന്, തോമസ് ലീഹയ്ക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? അദ്ദേഹം വന്നു എന്ന് പറയുന്നു. അപ്പൊ സ്ഥിരമായിട്ട് തോമസ് ലീഹയുടെ വീടിന്റെ മുമ്പിൽ നിന്ന്, എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ബസ് ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിൻ ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന ഒരു കഥ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഐതിഹ്യത്തിൽ പറയുന്ന കുറെ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ തോമസ് ലീഹ വന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒന്നാമത് പരിശോധിക്കേണ്ടത്, തോമസ് ലീഹയുടെ വീടിന്റെ മുമ്പിൽ നിന്ന് കപ്പൽ കയറിയാല് കേരളത്തിൽ എത്തിച്ചേരുന്ന ഒരു സംവിധാനം അന്ന് കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ കഥയിൽ കുറച്ച് സത്യമുണ്ട്. അങ്ങനെയാണ് ആ ഐതിഹ്യത്തെ നമ്മൾ ചരിത്രവുമായിട്ട് കൂട്ടിയിണക്കേണ്ടത്. ഇനി ആ കാലത്ത് ഇവിടെ മുസിരിസില് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? തോമസ് ലീഹ നോർത്ത് ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തോമസ് ലീഹയ്ക്ക് വരാൻ തക്ക വിധത്തിലുള്ള ഒരു യാത്രാ വഴി ഉണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, ഈ കാര്യം ആദ്യം പരിശോധിക്കണം. ഇനി തോമസ് ലീഹയ്ക്ക് ഇവിടെയുള്ളവരുമായിട്ട് സംവദിക്കാനായിട്ടുള്ള ഭാഷാജ്ഞാനം ഉണ്ടായിരുന്നോ? തോമസ് ലീഹ ഇവിടെ വരുമ്പോ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ടുള്ള ഇന്റർലൊക്യൂട്ടേഴ്സ്, തോമസ് ലീഹ പറയുന്ന ഭാഷ ഇവിടെയുള്ള ആൾക്കാരോട് കൈമാറ്റം ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇനി ഇവിടെ ആ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നോ? തോമസ് ലീഹ നേരിട്ടു എന്ന് പറയുന്നത് ഗായത്രി മന്ത്രത്തെയാണ്. വെള്ളം ആകാശത്തേക്ക് എറിഞ്ഞ് സൂര്യനെ പൂജിക്കുന്ന, ഗായത്രി മന്ത്രം ചെല്ലുന്ന ആരെങ്കിലും അക്കാലഘട്ടത്തില് ഇവിടെ ഉണ്ടായിരുന്നോ? അത് കേരളത്തിലുണ്ടായിരുന്നോ എന്നല്ല ചോദിക്കേണ്ടത്, തമിഴ്നാട്ടിലുണ്ടായിരുന്നോ? കാരണം തോമസ് ലീഹ കേരളത്തിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം അക്കാലത്ത് തമിഴ്നാടിന്റെ ഭാഗമാണ്. അപ്പൊ തമിഴകത്ത് തോമസ് ലീഹ വന്നിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഇനി തോമസ് ലീഹ വന്ന് പള്ളി സ്ഥാപിച്ചു, സഭകൾ, കെട്ടിടം സ്ഥാപിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം. സഭ സ്ഥാപിച്ചു എന്ന് പറയുന്ന ആ വഴികൾ അന്നത്തെ കേരളത്തിന്റെ സഞ്ചാരപാതകളായിരുന്നു. ആ സഞ്ചാരപാതകളിൽ കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തിരുന്നുവോ? ആ യാത്ര ചെയ്തിരുന്ന വഴികളിലാണോ തോമസ് ലീഹ സഭകൾ സ്ഥാപിച്ചു എന്ന ഐതിഹ്യത്തിൽ പറയുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വന്നാൽ തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഐതിഹ്യത്തിൽ പറയുന്ന പൊടിപ്പും തൊങ്ങലും ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് തോമസ് ലീഹ സെന്റ് തോമസ് ക്രോസ്, മാർത്തോമ കുരിശ് കൊണ്ടുവന്നു എന്നുള്ളതാണ്
തോമസ് ലീഹ വന്നതിന്റെ തെളിവ് എന്ന് ഇന്നേ വരെ ആരും അവകാശപ്പെട്ടിട്ടില്ല. മാർത്തോമ കുരിശ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാർത്തോമ നസ്രാണികൾ ഉപയോഗിക്കുന്ന കുരിശ് എന്നാണ് അർത്ഥം. അപ്പൊ ഒന്നാമത്തെ കാര്യം പരിശോധിക്കാം. തോമസ് ലീഹയ്ക്ക് തന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള സഞ്ചാരപാതയില് ഉണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒഴുകുന്ന തേനും പാലും എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നത്തെ വ്യാപാരപാത ആരംഭിക്കുന്നത് നൈൽ നദി വന്നു ചേരുന്ന ഈജിപ്തിന്റെ ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള ആ തുറമുഖമാണ് അന്ന് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവടത്തിന്റെ കേന്ദ്രം. അപ്പൊ ഈജിപ്ത് പിടിച്ചെടുക്കാനായിട്ടുള്ള സീസറിന്റെയും അതുപോലെ തന്നെ സോളമന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ഈ കച്ചവടം ഈ പോർട്ടിലേക്ക് വരണം. അത് BC 1000 മുതല് ഇവിടെ സ്പൈസ് റൂട്ട് എന്ന് പറയുന്ന റൂട്ടിലൂടെ 200 കപ്പലായിട്ടുള്ള ഈ വാണിജ്യ സംഘങ്ങള് കടൽ തീരം പറ്റി ഇവിടെ ഈ മുസിരിസിലും അവിടെ നിന്ന് സിലോണിലും ആ സിലോണിനെ ചുറ്റി ഇന്ന് നാം പറയുന്ന കാവേരി നദി ഒഴുകിയെത്തുന്ന കാവേരി പട്ടണത്തിലും അരിക്കമേട്, അതാണ് ചരിത്രപരമായിട്ട് അറിയപ്പെടുന്ന സ്ഥലം, അരിക്കമേട്ടിലും തുടർന്ന് ഇന്തോനേഷ്യയിലേക്കും പോകുന്ന ഒരു കപ്പൽ വാണിജ്യ റൂട്ട് BC 1000 അപ്പൊ ഈ മൺസൂൺ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മൂവ് ചെയ്യുന്ന കപ്പൽ സംഘങ്ങൾ നിരന്തരം അതിലെ വന്നിരുന്നു എന്ന ഒറ്റ കാരണത്താൽ നമുക്ക് പറയാം തോമസ് ലീഹ കപ്പലിൽ കയറി കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് നുണയല്ല. സത്യമാണോ എന്നുള്ളത് പിന്നീട്, നുണയല്ല. കാരണം ആ സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ഈ മെഡിറ്ററേനിയൻ സീയുടെ കച്ചവടത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗത്താണ് ഈ പാലസ്തീൻ നിലനിൽക്കുന്നത്. അത് മാപ്പ് എടുത്ത് ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഏറ്റവും പ്രാഥമിക അറിവ് എന്നുള്ള നിലയിൽ വിക്കിപീഡിയയിൽ സ്പൈസ് റൂട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അത് സർഫ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ഓൺ ഹാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യം ശരിയാണ്. ഇനി ഇവിടെ ഒരു കാടാണോ അതിവിടെ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു? പ്രിയമുള്ളവരെ, ആദ്യം തന്നെ മനസ്സിലാക്കണം, നദീതട തീരങ്ങളിലാണ് സംസ്കാരം വളർന്നത് എന്നത് നുണയാണ്. മനുഷ്യൻ എവിടെയുണ്ടായത്? ഇന്ന് പല ബുദ്ധിജീവികളും പറയുന്നത് കാട്ടിലേക്ക് കുടിയേറി എന്നാണ്. ഇതിനേക്കാൾ വലിയ നുണ വേറൊന്നുമില്ല. മനുഷ്യനെവിടെയുണ്ടായത്? വളരെ മനോഹരമായിട്ട് ഒരു മലയാളിക്ക് ഇത് അറിയില്ലെങ്കിൽ ലോകത്തിൽ ആർക്കും അറിയേ ഒരു പാട്ടുണ്ട്, കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. അപ്പൊ ആ പാട്ട് തന്നെ കാണിക്കുന്നത് എന്താണ്? കാട്ടിലാണ് മനുഷ്യൻ ജനിക്കണേ. ഇവിടെയുള്ളവർ ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ നാട്ടിലാണ് ജനിച്ചത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ശരിയാണ്. 95% ഭൂമി കേരളത്തിലെ കാടായിരുന്നു. ആ കാട്ടില് മനുഷ്യന്മാര് ജീവിച്ചിരുന്നു. അവരവിടെ ഏലക്കായ കൃഷി ചെയ്തിരുന്നു. അവരവിടെ നിന്ന് ചന്ദനം വെട്ടിയിരുന്നു. അത് ഏത് വഴിക്കാണ് അവർ കൊണ്ടുപോകുക? അന്നത്തെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പുഴകളാണ്. അപ്പൊ ഈ കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത എന്താണ്? അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. ചെറായി ബീച്ചിലേക്ക് ചെല്ലുക, അവിടെ നിന്നും മുനമ്പത്തേക്ക് പോകുക. ആ മുനമ്പത്ത് ചെന്ന് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് കടന്നാല് ചെട്ടിക്കാട് അന്തോണിസ് പുണ്യാളന്റെ ആ തീർത്ഥകേന്ദ്രത്തിന്റെ അവിടേക്ക് എത്തും. അവിടെ നിന്നിട്ട് ഈ മുനമ്പത്ത് നിന്നിട്ട് നിങ്ങൾ പുഴയുടെ ഗതിയെ ഒന്ന് വീക്ഷിക്കുക. എന്നിട്ട് ഗൂഗിൾ മാപ്പിൽ പുഴ എവിടെ നിന്നാ വരുന്നതെന്ന് നോക്കുക. പ്രിയമുള്ളവരെ, ആ പുഴ വരുന്നത് ആ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് പട്ടിണം എക്സ്കവേഷൻ നടക്കുന്നത്. അതെന്താണ്? അവിടെയാണ് കൊടുങ്ങല്ലൂരിന്റെ ആദ്യ പോർട്ട് എന്നാണ് പ്യൂട്ടിങ്ങർ ടേബിൾസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിക്കിപീഡിയയിൽ പരിശോധിച്ചാൽ പ്യൂട്ടിങ്ങർ ടേബിൾ കിട്ടും. എന്താണ് പ്യൂട്ടിങ്ങർ ടേബിള്? റോമാ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിന്റെ
മേശപ്പുറത്തിരുന്നിരുന്ന വ്യത്യസ്ത രാജ്യങ്ങളിലെ കച്ചവട കേന്ദ്രങ്ങളുടെയും അവരുടെ യാത്രാ വഴിയിലൂടെയും കേന്ദ്രങ്ങളുടെ മാപ്പാണ്. ആ മാപ്പ് ജർമ്മൻകാര് എടുത്തിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് പ്യൂട്ടിങ്ങർ ടേബിൾസ്. പ്യൂട്ടിങ്ങർ ടേബിൾസ് ഹൈഫൺ മുസിരിസ് എന്നടിച്ചാല് ഈ മാപ്പ് കിട്ടും. ആ മാപ്പിൽ നിന്നാണ് മുസിരിസ് എന്ന പേര് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ മാപ്പ് അപ്പോ ഫേക്ക് മാപ്പാണോ? അപ്പൊ അന്ന് കാലത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ മുസിരിസ് എന്ന് പറയുന്ന പോർട്ടിലേക്ക് എന്താണ് അവിടുത്തെ സാഹചര്യം? ആ പുഴ എവിടെ നിന്നാണ് വരുന്നത്? പ്രിയമുള്ളവരെ, ആ പുഴ വരുന്നത് നമ്മുടെ ആലുവ പുഴയിൽ നിന്നാണ്. ഒരു ഭാഗമാണ് മുസിരിസിലേക്ക് വരുന്നത്. ആ ആലുവ പുഴ എവിടെ നിന്നാ വരുന്നത്? കാലടിയിൽ നിന്നാ വരുന്നത്. ആ കാലടിയിലേക്ക് എവിടെ നിന്നാ വരുന്നത്? നേര്യമംഗലത്ത് നിന്നാ വരുന്നത്. ആ നേര്യമംഗലത്ത് നിന്നൊക്കെ എവിടെ നിന്നാ വരുന്നത്? ചെറുതോണിയിൽ നിന്നാണ് വരുന്നത്. ചെറുതോണിയിലേക്ക് എവിടെ നിന്നാ വരുന്നത്? മുല്ലപ്പെരിയാറിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂര് എത്തുന്ന വെള്ളം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ പെയ്യുന്ന വെള്ളമാണ് ഒലിച്ചിറങ്ങി വരുന്നത്. അപ്പൊ യഥാർത്ഥത്തില് തുറമുഖത്തേക്ക് തുറന്നിരിക്കുന്ന നദീതടങ്ങളിലാണ് സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? ഈ തുറമുഖത്തിലൂടെ അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെയാണ് പൈസ കിട്ടുന്നത്. ആ പൈസ കിട്ടുമ്പോൾ ഈ പുഴയുടെ അരികിലുള്ള രണ്ടരികിലുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങള് ഈ പുഴയിലൂടെ തുറമുഖത്ത് എത്തിക്കുന്നു. അത് 10 രൂപയുടെ കുരുമുളക് ഈജിപ്തിൽ 150 135 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അതിന്റെ ഓഹരി കർഷകന് കിട്ടുന്നു. അങ്ങനെ ആ നദീതടത്തിലുള്ളവർ മുഴുവൻ വികസിക്കുന്നു. ഇനി ആ മാപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? അഗസ്റ്റസ് സീസറിന് കൊടുങ്ങല്ലൂര് ഒരു ടെമ്പിൾ ഉണ്ടെന്നാണ്. അവിടെ അഗസ്റ്റസ് സീസറിന്റെ ഒരു പാണ്ഡികശാല ഫാക്ടറി അവിടെ ഉണ്ടെന്നാണ്. അത് ആ മാപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനില്. അപ്പൊ തോമസ് ലീഹ അവിടെ വന്നിരുന്നുവോ? അവിടെ കാടായിരുന്നുവോ? കച്ചവടം ഉണ്ടായിരുന്നുവോ? അപ്പൊ അവിടെ കച്ചവടം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അത്. ഇനി ആ നദീതടങ്ങളെ പരിശോധിച്ച് അതുപോലെയുള്ള മറ്റൊരു നിർണായക പോർട്ടാണ് കൊല്ലം. ഈ അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ കായലിന് 8 മുടികളുണ്ടെന്നാണ്. ആ 8 മുടി എന്ന് പറയുന്നത് ഈ നിലയ്ക്കല്, പമ്പ, ആ നാച്ചൻകോവിലാറ്, ഇതൊക്കെ ആ പത്തനംതിട്ട ഭാഗത്തുള്ള നദികൾ ഒഴുകി ഇറങ്ങി വരുന്ന കേന്ദ്രമാണ് ഈ കൊല്ലം എന്ന് പറയുന്ന പോർട്ട്. ഈ 2 പോർട്ടിലാണ് പ്രധാനമായിട്ട് ചൈനക്കാരും അതുപോലെ അറബികളും അതുപോലെ യൂറോപ്യൻസും വന്ന് റോമക്കാരും ഒക്കെ കച്ചവടം നടത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾ പരിശോധിച്ചാൽ കാണാം കോഴിക്കോട് പോർട്ട് എവിടെയാണ്? അത് പുഴ ഒഴുകി വന്ന് തുറമുഖത്തേക്ക് വരുമ്പോൾ അത് കച്ചവടത്തിന്റെ കേന്ദ്രമായിട്ട് മാറി. കറാച്ചി, ബോംബെ, ഗോവ, കൽക്കട്ട എല്ലാ സ്ഥലത്തും പുഴകള് തുറമുഖത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ തീരത്തൊക്കെ വ്യാപാരം ഉണ്ടാകും. നൈൽ നദി വന്ന് വീഴാണ്. അതാണ് ഈജിപ്തിലേക്കുള്ള പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ കവാടം. ഇനി ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ വന്ന് വീഴുന്ന സ്ഥലമാണ്. അപ്പൊ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകള് ഈ തീരത്തിന്റെ ഓരം പറ്റി ഗൾഫിൽ ചെല്ലും. അവിടെ നിന്ന് ക്രമേണ കറാച്ചിയിലെത്തും, പിന്നെ ഗുജറാത്ത് പോർട്ടിലെത്തും, പിന്നെ ബോംബെ പോർട്ടിലെത്തും, പിന്നെ മംഗലാപുരം പോർട്ടിലെത്തും, അവിടെ നിന്ന് കോഴിക്കോടെത്തും, പിന്നീട് കൊടുങ്ങല്ലൂരെത്തും. കൊച്ചി ഉണ്ടായിട്ട് വളരെ അടുത്ത് കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ ആ പോർട്ട് തന്നെ രൂപം കൊണ്ടിട്ട്. പിന്നെ കൊല്ലത്തെത്തും, പിന്നെ തോപ്രബാന എന്ന് പറഞ്ഞാല് ശ്രീലങ്കയുടെ അതിർത്തിയിലെത്തും, പിന്നെ തമിഴ്നാട്ടിലേക്ക് കടക്കും. ഇതാണ് അവരുടെ ഒരു രീതിയായിരുന്നത്. പരിശോധിച്ച് നോക്കൂ, നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ്? മാർത്തോമ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് ഈ വഴികളിലൊക്കെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ സാന്നിധ്യമുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂര് പോർട്ടില് കച്ചവടക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കൊടുങ്ങല്ലൂര് വന്നാൽ അത് ആ എക്സാക്ട് പ്ലേസിലാണോ? അത് അനേകം ഐതിഹ്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്
കോട്ടപ്പടി ഭാഗത്തുള്ള ചാട്ടുകുളം എന്നതായിരുന്നു യഥാർത്ഥ പോർട്ട്. ആ ചാട്ടുകുളം എന്ന ഏരിയയിലൊക്കെ കടല് മാറി കര പൊന്തി വന്നതുകൊണ്ട് ആ വഴികളൊക്കെ അടഞ്ഞുപോയതാണ്. അപ്പോ പാവർട്ടി ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു. നിങ്ങൾ പാവർട്ടി, പാലയൂര് ആ ഏരിയയില് കിണർ കുത്തുന്നവര് പറയുന്ന കണ്ടിട്ടുണ്ട്. ആ കിണർ കുത്തി ചെല്ലുമ്പോൾ അനേകം ആർട്ടിഫാക്ട്സ്, ആർക്കിയോളജിക്കൽ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നു എന്ന്. അത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാതെ വെറുതെ എവിടെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചത് വായിച്ചിട്ട് ഇവിടെ കേരളത്തിലൊക്കെ ആർക്കിയോളജിക്കൽ പഠനം നടത്തിയിട്ട് യാതൊരു തെളിവുമില്ല എന്ന പൊട്ടത്തരം വിളിച്ചു പറയുന്ന പുസ്തകം കുറെ ലൈബ്രറിയിലും എടുത്തു വെക്കാന്നല്ലാതെ എന്തിനാ ഉപയോഗിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ തമിഴ്നാടിന്റെ ഭാഗം എന്നുള്ളൂ. അപ്പൊ ശരിയാണ്, കേരളം എന്ന സ്വപ്ന ഉപയോഗിക്കുന്നതിന് പകരം തമിഴ്നാട്ടിന്റെ കിഴക്കൻ തീരങ്ങളിൽ തോമസ് ലേ വന്നു എന്ന് മാറ്റേണ്ടത് ശരിയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ പറയുന്ന ഏരിയകളിൽ, അതായത് ഈ പെരിയാറിന്റെ തീരങ്ങളിലാണ് തോമസ് ലീഹ വന്നു എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൊടുങ്ങല്ലൂര് വന്നു എന്ന് പറയാനുള്ള ഏറ്റവും വലിയ തെളിവുകളും. മലയാറ്റൂര് എങ്ങനെയാണ് തോമസ് ലീഹ വരിക? അത് പെരിയാറിന്റെ തീരമാണ്. ഇനി എങ്ങനെയാണ് നിലയ്ക്കൽ വരുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങളിനി അടുത്ത കാര്യം പരിശോധിക്കേണ്ടത് നിലയ്ക്കൽ എന്ന് പറയുന്ന ഭാഗവും ഈ അഷ്ടമുടി കായലിലേക്ക് വരുന്ന നദികളുടെ സ്രോതസ്സാണ് ഇവിടെ. ഇനി എവിടെയൊക്കെയാണ് റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കുക. തോമസ് ലീഹ വന്നു എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തു നിന്നും റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവ് എന്താണ്? കുന്നംകുളം അടുത്തുള്ള ഈയാൽ, അഗസ്റ്റസ് സീസറിന്റെ കാലത്തുള്ള റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാറിലെ റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ റോമൻ നാണയങ്ങൾ എവിടെയൊക്കെ കേരളത്തിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയാൽ അവിടെയൊക്കെ തോമസ് ലീഹ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന 7.5 പള്ളികളുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇനി തോമസ് ലീഹ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നോ? അത് ഒരിക്കൽ ഞാൻ കോതമംഗലം രൂപതയിലുള്ള പയസ് മലയക്കണ്ടത്തിൽ അച്ഛൻ, അദ്ദേഹം ഹിസ്റ്ററിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് BC യിൽ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇന്ന് നാം കാണുന്ന മൂന്നാർ വഴി, ഈ ചിന്നക്കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വഴി നേരെ പോയി കുമളി, കമ്പം, തേനിയിലൂടെ മധുരയ്ക്ക് പോകുന്ന റോഡുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വഴിക്ക് പോകുന്ന പാതയുണ്ടായിരുന്നു. ഇതൊക്കെ BC യിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതകളാണ്. അപ്പോ ഞാൻ ഒരിക്കൽ ഒരു ഗ്രന്ഥത്തിൽ ആ റെഫറൻസ് ഞാൻ വിട്ടുപോയി. ജൊർണാദോലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോർച്ചുഗീസുകാരുടെ ഗ്രന്ഥത്തില് അവര് അതിലെഴുതിയിട്ടുണ്ട്, ഈ തമിഴ്നാടിന്റെ കിഴക്കൻ തീരങ്ങളിലെ കൊള്ളക്കാർ വന്നു എന്നറിഞ്ഞാൽ മലമ്പ്രദേശത്തുള്ള കച്ചവടക്കാർ തങ്ങളുടെ വസ്തുക്കൾ വിൽക്കാനായിട്ട് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് കൊള്ളക്കാർ വന്നാൽ അവർ ഉടൻ തന്നെ കിഴക്കൻ തീരമായ തമിഴ്നാടിന്റെ മദ്രാസിലേക്കും അരിക്കമേടിലേക്കും പോകും. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെന്നിരിക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? തോമസ് ലീഹ വന്നു എന്ന് പറയപ്പെടുന്ന വഴികളിലെല്ലാം റോമൻ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. തോമസ് ലീഹ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും കരമാർഗമുള്ള സഞ്ചാരപാതകളുണ്ട്. ഇനി ഇവിടെ തോമസ് ലീഹ വന്നാല് അദ്ദേഹത്തിന് ഭാഷ സംസാരിക്കാൻ ആളുകളുണ്ടോ? ഇവിടെ BC 7-ാം നൂറ്റാണ്ട് തൊട്ട് ജൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ആ ജൂതന്മാരുടെ സാന്നിധ്യം എവിടെയാണ്? അത് ഏറ്റവും കൂടുതലുള്ളത് കൊടുങ്ങല്ലൂരും മാളയിലുമാണ്. അവിടെ തോമസ് ലീഹ വരാനുള്ള സാധ്യതയുണ്ട്? സാധ്യതയില്ല. പ്രിയമുള്ളവരെ, ജൂത സെറ്റിൽമെന്റ്സ് ആണ് കൊടുങ്ങല്ലൂരുണ്ടായിരുന്നത്. ജൂത സെറ്റിൽമെന്റ്സ് പാലയൂരുണ്ട്. ജൂത സെറ്റിൽമെന്റ്സ് കൊച്ചിയിൽ പിന്നീട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതാവാനേ സാധ്യതയുള്ളൂ.
അപ്പൊ തോമസ് ലീയ ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കാനായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തികള് ഇവിടെ ഇന്റർലോക്യൂട്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ തോമസിലേക്ക് വരാനുള്ള കപ്പൽ സഞ്ചാരപാതയുണ്ട്, അത് സ്ഥിരമായിട്ട് വന്നു പോയിരുന്നു. തോമസ് ലീഹ കടന്നുപോയി എന്ന് പറയപ്പെടുന്ന, സഭകൾ സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ തുറമുഖത്തേക്ക് വരുന്ന നദീതടങ്ങളിലാണ് ഈ ആളുകളൊക്കെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ സെറ്റിൽമെന്റ്സ് കാണുക. രണ്ട് നദീര തീരത്തും നിങ്ങൾക്ക് സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ ഇന്നും കാലടിപ്പുഴയുടെ രണ്ട് തീരം എന്ന് പറയുന്നത് സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ ഈ കൊല്ലം തുറമുഖത്ത് നിന്ന് നിങ്ങള് പമ്പയിലേക്ക്, പത്തനംതിട്ടയിലേക്ക് കയറി പോകുന്ന സഞ്ചാരപാതയില് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആണ്. അല്ലാതെ അവർക്ക് വേറെ ഒരിക്കലും സെറ്റിൽമെന്റ്സ് ഇല്ല. അപ്പൊ 1500 എഴുതി വെച്ച് പോർച്ചുഗീസുകാര് വികസിപ്പിച്ചു എന്ന് ഈ പറയുന്നതല്ല. ഈ ഐതിഹ്യം നിലനിൽക്കുന്നു. അത് നുണയാണോ നേരാണോ എന്ന് അറിയാനായിട്ട് ഇതിലെ വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞാല് അതിന് പറയുന്ന വസ്തുതകൾക്കൊക്കെ വാലിഡേറ്റ് ചെയ്യാവുന്ന തെളിവുകൾ ഉള്ളതിനാൽ സെന്റ് തോമസ് ലീഹ ഇവിടെ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇനി പുരോഹിതന്മാരിവിടെ ഉണ്ടായിരുന്നുവോ? അത് തമിഴ്നാട്ടിലെ പൗരോഹിത്യം ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ബുദ്ധന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരിലെ തന്നെ ഒരു വിഭാഗമാണ്. ഈ ചാർവാകന്മാര് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രാഹ്മണന്മാരിലെ ഒരു വിഭാഗം ആളുകൾ ദൈവം ഉണ്ടെന്ന് പറയുന്നു, ബ്രാഹ്മണന്മാരിലെ വേറൊരു വിഭാഗം ആളുകൾ ദൈവമില്ല എന്ന് പറയുന്നു. മൗര്യ എംപയർ കാര്യമായിട്ടുള്ള അധിനിവേശം സൗത്ത് ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോ BC 2-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഘകാല കൃതികളില് പ്രിയമുള്ളവരെ ഇവിടെ പൗരോഹിത്യത്തിന്റെ ഒരു തെളിവുകള് രൂപപ്പെട്ടു തുടങ്ങി. AD 12-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കാണ് അപ്പൊ ഈ ചിലപ്പതികാരം എന്ന പുസ്തകത്തിലൊക്കെ ഒരു വരേണ്യവർഗത്തിന്റെ പൗരോഹിത്യത്തിന്റെ ഒരു കടന്നുവരവ് തമിഴ്നാട്ടിലേക്കുണ്ട്. അത് തമിഴ് ഒറിജിനൽ ആവണമെന്നില്ല. കാരണം വൻപ മൗര്യരായ അശോക ചക്രവർത്തിയുടെ തേരുകൾ ഈ സൗത്ത് ഇന്ത്യയില് ഉരുണ്ടിട്ടുള്ളതായി ഈ സംഘകാല കൃതികളിൽ പറയുന്നു എന്ന് പല ചരിത്ര പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ എവിടെ വന്നിട്ടാണ് സമാധി അടഞ്ഞത്? സൗത്ത് ഇന്ത്യയിലാണ്. അപ്പൊ സൗത്ത് ഇന്ത്യയില് ചന്ദ്രഗുപ്ത മൗര്യൻ വന്ന് താമസിച്ചു എന്ന് പറയുന്നു, അദ്ദേഹം മരണമടഞ്ഞു എന്ന് പറയുന്നു. ഇതൊക്കെ ചരിത്രമാണെന്ന് പറയാ. സൗത്ത് ഇന്ത്യയില് പുരോഹിതന്മാരുടെ നമ്പൂതിരി എന്ന പേരല്ല പറയുന്നത്, ഗായത്രി മന്ത്രം ചെല്ലുന്ന പുരോഹിതന്മാരുടെ സാന്നിധ്യം തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിൽ കച്ചവട കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. കാരണം എവിടെ ട്രേഡ് ഉണ്ടോ, എവിടെ സമ്പത്ത് കുന്നുകൂടുന്നുണ്ടോ, അവിടെ സമ്പത്തിന്റെ ആളുകൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി ഈ കച്ചവട കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്പൂതിരി ഉണ്ടായിരുന്നു എന്നല്ല ചരിത്രകാരന്മാരും ചോദിക്കേണ്ടത്, അവിടെ പൗരോഹിത്യം ഉണ്ടായിരുന്നു എന്നാണ്. പൗരോഹിത്യം തമിഴ്നാട്ടിലുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരുണ്ട്. അതുകൊണ്ട് തോമസ് ലീഹ വന്ന് ഗായത്രി മന്ത്രം ചെല്ലുന്ന പുരോഹിതന്മാരുമായിട്ട് സംവാദം നടത്തി എന്നുള്ളത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തോമസ് ലീഹ കേരളത്തിൽ വന്നോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം തന്നെ തോമസ് ലീഹ വന്നത് കേരളം എന്ന പേര് ഇല്ലാത്തൊരു സമയത്താണ്. അതുകൊണ്ട് തോമസ് ലീഹയുടെ പേര് കേരളത്തിൽ വന്നു എന്ന് കാണില്ല. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ വരാനായിട്ടുള്ള എല്ലാ സാഹചര്യ തെളിവുകളും നിലനിൽക്കുന്നു. ഇതിൽ പറയുന്ന കൊടുങ്ങല്ലൂര് ഒരു കച്ചവട കേന്ദ്രമാണ്. ആ കൊടുങ്ങല്ലൂര് പിന്നീട് എനിക്ക് അത്ഭുതം തോന്നി.
ഈ MGS നാരായണൻ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയും 15-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ക്രിസ്ത്യാനികളില്ലാന്ന്. ആ MGS നാരായണൻ സാറ് തന്നെ വേറൊരു സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്, ചേരമാൻ പെരുമാള് മക്കത്ത് പോയിട്ട് മുസ്ലിമായി മാറി തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് ഒരു പള്ളി പണിയാനായിട്ട് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ചേർന്ന് അനുവാദം കൊടുത്തതിന്റെ ചരിത്രരേഖകൾ ഉണ്ടത്രേ. അപ്പോ ചേരമാൻ പെരുമാള് വരുമ്പോ ഇവിടെ ക്രിസ്ത്യാനികളില്ലേ? അപ്പോ ഈ ഒരു പ്രമേയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് മാർത്തോമാ കുരിശിനെ ഒരിക്കലും തെളിവായിട്ട് അംഗീകരിച്ചിട്ടില്ല. കെ കരുണാകരൻ 23 ജില്ലയുണ്ടെന്ന് പറഞ്ഞ പോലെ വെറുതെ ഒരു നുണ പറയേ. മാർത്തോമാ കുരിശ് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാർത്തോമാ കുരിശ് സെന്റ് തോമസ് വന്നിട്ടില്ല. ഈ തരത്തിലുള്ള നുണകൾ പറയുന്ന ആളുകള് അത് വൈദികര് തന്നെയാകുമ്പോ അതില് ദുഃഖം തോന്നുകയാണ്. ഫൽവി ലിപി അത് മനിക്കേയന്മാരുടെ ഒന്നല്ല. ഫൽവി ലിപി എന്ന് പറയുന്നത് യഹൂദന്മാര് അവര് ചെല്ലുന്ന ചില സ്ഥലങ്ങളില് ഫൽവി ലിപി ഉപയോഗിച്ചിട്ടാണ് യഹൂദ ഭാഷ എഴുതിയിരുന്നത് എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് അത് മനിക്കേയന്റെ കുരിശാണെന്ന് ഫൽവി ലിപി കണ്ടിട്ട് പറയണത് പൊട്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ ചരിത്രകാരന്മാരെന്നും അഭിമാനിക്കുന്നവരും ഞങ്ങൾ അറിവുള്ള പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന വൈദികരും ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നതിന് മുൻപ് കുറച്ചും കൂടി പഠിച്ചിട്ട് ചെയ്യണം. തോമാസ് ലീഹ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഐതിഹ്യത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അന്നത്തെ ചരിത്ര വസ്തുതകളോട് യോജിച്ചു പോകുന്നതിനാൽ തോമാസ് ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.